എൻ്റെ ഓൺ ബ്രെയിൻ അപ്പോൾ എന്തോ പറയുന്നതെന്ന് അറിയാം ബ്രോ. ഇതാണ് ഡാർക്ക് ആയിട്ടുള്ള റിയാലിറ്റി. മതി, നിർത്താം, ഭയങ്കര പെയിനാണ്, നീ വീട്ടിൽ പോയിരിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എനിക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ ഇതുവരെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, കുറേ ഡ്രീംസ് ഉണ്ട് എനിക്ക് ചെയ്യണം, അതെന്നെ റിയലി ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്തുകൊണ്ടോ കാരണം കൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കൈ വെക്കുക, റിയലി എങ്ങനെ നമ്മുടെ ഓൺ ബ്രെയിനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ലൈഫിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാം. നമ്പർ 1 നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും റിയലി ഒരിക്കലെങ്കിലും നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ നല്ലോണം ഈ പഠിക്കാനുള്ള ടാസ്ക് നല്ലോണം പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ലുക്ക് മാക്സിങ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇതുപോലൊരു സാഡ് ലൈഫിൽ നിന്ന് മാറി ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ലൈഫ് വേണം, അതിനുവേണ്ടി എനിക്ക് വർക്ക് ചെയ്യണം, കഷ്ടപ്പെടണമെന്നെല്ലാം നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ 1, 2, 3 ദിവസമൊക്കെ അത് ചെയ്യും. അത് കഴിഞ്ഞ് സ്വിച്ച് ഇട്ട പോലെ നമ്മൾ പിന്നെയും നമ്മുടെ പഴയ ലൈഫിലേക്ക്, ആ റാറ്റ് ലൈഫിലേക്ക് വരും. നമുക്ക് പിന്നെ രാവിലെ ജിമ്മിൽ പോകാൻ തോന്നത്തില്ല, പിന്നെ നമുക്ക് കഷ്ടപ്പെട്ട് പഠിക്കാൻ തോന്നത്തില്ല. നമ്മൾ ഈ ഡോപ്പമിൻ്റെ പുറകെ, ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പുറകെ റിപ്പീറ്റ്ലി പോയിക്കൊണ്ടിരിക്കും. ബ്രോ, ഞാൻ നിങ്ങളോട് പറയുന്നത്, എനിക്കും നിങ്ങളുടെ പെയിൻ നല്ലവണ്ണം മനസ്സിലാവും. കാരണം ആ സിറ്റുവേഷനിൽ, ആ ഡാർക്ക് ആയിട്ടുള്ള, ആ പെയിൻ ആയിട്ടുള്ള ആ സിറ്റുവേഷനിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യമേ ബ്രോ റിയലി ആവശ്യപ്പെടുന്നുള്ളൂ. എല്ലാ യൂട്യൂബറും നിങ്ങളോട് എൻ്റെ ഇൻസ്റ്റഗ്രാം, എൻ്റെ ടെലിഗ്രാം, എൻ്റെ ആധാർ കാർഡ്, എൻ്റെ അക്കൗണ്ട് എല്ലാം ഫോളോ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നാൽ മതി. നിങ്ങളിപ്പോൾ സമാധാനത്തിൽ ഇരിക്കുക, നിങ്ങളുടെ മൈൻഡിൽ വരുന്ന എല്ലാ തോട്ടും നിങ്ങളൊന്ന് മാറ്റി വെക്കുക. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും 3 ഡീപ്പ് ബ്രത്ത് ചെയ്യുക. ഓക്കെ, ബ്യൂട്ടിഫുൾ. നിങ്ങളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. ബ്രോ, ഇതുപോലുള്ളൊരു ഫീല് നമുക്ക് റിയലി നമ്മൾ ഡീപ്പ് സെക്ഷൻ ചെയ്യുമ്പോൾ, നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മുടെ ലൈഫിന് വേണ്ടി ഒരു ഡീപ്പ് സെക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഫീലിംഗ്, ആ അഡ്രിനാൽ റഷ് ആയിട്ടുള്ള മാസ്കുലിൻ ഫീലിംഗ്, അത് തന്നെയാണ് എനിക്ക് നിങ്ങളിൽ ഓരോരുത്തരും വേണ്ടത്. നമ്മുടെ ഇപ്പോഴത്തെ സാഡ് റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ഇമേജ് നിങ്ങളുടെ മൈൻഡിലേക്ക് റിയലി നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്തേ. എല്ലാവരുടെയും കൂട്ട് 2024 ജനുവരി 1-ാം തീയതി ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാൻ വേണ്ടി ഹാപ്പി ആയിട്ടിരിക്കുക ഞാൻ. ഓക്കെ, പിറ്റേ ദിവസം ഭയങ്കര എക്സൈറ്റഡ് ആയി, ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാൻ പോവാണ്, ഞാൻ ഇനി എല്ലാ ദിവസവും തൊട്ട് ജിമ്മിൽ പോകും, എനിക്ക് പെട്ടെന്ന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും, ഒരു 3 മാസം കൊണ്ട് തന്നെ എനിക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഇങ്ങനെയൊക്കെ പൊട്ടത്തരം കാണിച്ചിട്ട് ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തു. ഓക്കെ, ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്തു, ജിമ്മിൽ കൊണ്ട് പൈസയൊക്കെ കൊടുത്തു. ഓക്കെ, ഫസ്റ്റ് ഡേ ഞാൻ പോയി, നല്ല രസമാണ്, ഓക്കെ, എല്ലാം ഓക്കെ, പോയി. സെക്കൻഡ് ഡേ പോയി, തേർഡ് ഡേ പോയി, 4th ഡേ ആയപ്പം തൊട്ട് എനിക്ക് പോകാൻ തോന്നില്ല. എന്നാലും ഞാൻ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അവിടെ പോയി. പക്ഷേ 5-ാമത്തെ ദിവസം രാവിലെ ഞാൻ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് അലാറം അടിച്ചു. ഞാൻ നേരെ എടുത്തു, സ്കിപ്പ് ചെയ്തങ്ങ് കളഞ്ഞു. ഓക്കെ, എന്നിട്ട് കിടന്നു. എന്നിട്ടൊരു 8 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എണ്ണിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. എന്ന് വെച്ചാൽ അഭിനയിക്കുക, ഞാൻ ഇത് റിയാലിറ്റി ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ സ്വയമായിട്ട് അഭിനയിക്കുമോ, നീ എന്താ എണ്ണിക്കാൻ, നിനക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇല്ലേ, നീ പോകണ്ടേ, എന്തൊരു മണ്ടത്തരം, ഇങ്ങനെയൊക്കെ ഞാൻ സ്വയമായിട്ട് പറയും എന്നോട്. റൈറ്റ്, ഇത് പറഞ്ഞിട്ട് 6-ാം ദിവസമായപ്പം സെയിം കാര്യം തന്നെ ഉണ്ടായി. പക്ഷേ ഞാനൊന്ന് കുറച്ച് എന്തുകൊണ്ടോ കാരണം കൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എണ്ണിച്ചു, ഒരു 7 മണി സമയത്തൊക്കെ എണ്ണിച്ചു. ഓക്കെ, ഇനി പോയേ പറ്റൂ. അപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ആക്ട് ചെയ്യുമോ ബ്രോ, റിയലി അപ്പോഴും ഞാൻ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് ആക്ട് ചെയ്യുമോ. ഞാൻ 7 മണിക്ക് എണ്ണിച്ചു, ഇനി പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടിയൊക്കെ ഓണാക്കി നേരെ ജിമ്മിൽ പോയിട്ട് ഞാൻ ചെയ്തൊരു കാര്യം നിങ്ങൾക്ക് എന്തോന്നറിയാമോ? ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല ബ്രോ. ഞാൻ അവിടെ കയറി 20 മിനിറ്റ് ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. 10 മിനിറ്റ് തന്നെ വാമപ്പിനും അതും ഇതിനൊക്കെ പോയി, ജസ്റ്റ് ഇങ്ങനെ ഡംബിളെടുത്ത് ഇങ്ങനെയൊക്കെ ആക്കി. എൻ്റെ ഓൺ ബ്രെയിൻ അപ്പോൾ എന്തോ പറയുന്നതെന്ന് അറിയാം ബ്രോ. ഇതാണ് ഡാർക്ക് ആയിട്ടുള്ള റിയാലിറ്റി. മതി, നിർത്താം, ഭയങ്കര പെയിനാണ്, നീ വീട്ടിൽ പോയിരിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ റിയലി ഇങ്ങനെയുള്ള തോട്ടാണ് ബ്രോ എനിക്ക് വരുന്നത്. റിയലി എൻ്റെ അപ്പോഴത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ, ഓക്കെ, 3 മാസം കൊണ്ട് നല്ലോണം ബോഡി ബിൽഡ് ചെയ്യണം, ഒരുപാട് ഗേൾ ഫ്രണ്ടിനെ സെറ്റ് ആക്കണം, എല്ലാവരും അങ്ങനെ എന്നെ റെസ്പെക്ട് ചെയ്യും, എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ എല്ലാവരെയും കാണിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഗോളാണ് എനിക്കുള്ളത്. പക്ഷേ ഞാൻ അതിനൊരു വർക്കൊന്നും ചെയ്യില്ല. എന്നിട്ട് ഞാൻ റിയലി കള്ളത്തരം പറഞ്ഞു. ആ മാഷിനോട് ഞാൻ റിയലി കള്ളത്തരം പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് കോളേജിൽ പോകണ്ട, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഗിൽട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത്രമാത്രം ഡാർക്ക് ഏജിൽ നിന്ന ഒരാളാണ് ഞാൻ. നിങ്ങളോട് പറയുന്നു,
നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ബ്രോ ഇപ്പം നമ്മൾ സംസാരിച്ച ഡാർക്ക് റിയാലിറ്റി, ഈ സാഡ് റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എനിക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ ഇതുവരെ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്തിട്ടില്ല, എനിക്ക് കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, കുറേ ഡ്രീംസ് ഉണ്ട് എനിക്ക് ചെയ്യണം, അതെന്നെ റിയലി ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്തുകൊണ്ടോ കാരണം കൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൈ വെക്കുക, ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി ഓൺ ഇറ്റ്. നിങ്ങൾക്ക് വീടുണ്ടോ, നിങ്ങൾക്ക് വീടില്ലയോ, നിങ്ങൾക്ക് കാലുണ്ടോ, നിങ്ങൾക്ക് കൈയില്ലയോ, ഇതൊന്നും പ്രോബ്ലം ഇല്ല. നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ കുറേ തോട്ട് വരും, ഇല്ല ബ്രോ എനിക്ക് ഗെയിം കളിക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് പൈസ ഇല്ല ബ്രോ ജിമ്മിൽ പോകാൻ. എന്നാ പൈസ, എന്തിനാ പൈസ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് പുഷപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡിസിപ്ലിനായി ഹാർഡായി ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ബോഡി ട്രാൻസ്ഫോർമേഷൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെങ്കിൽ അത് പറ്റും, പക്ഷെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. സോ നിങ്ങൾ മനസ്സിലാക്കുക, ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി ഓൺ ഇറ്റ്. ദിസ് ഇസ് എ നമ്പർ 1 തിങ് യു നീഡ് ടു ഡു. നിങ്ങൾക്ക് വേറെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട, ഇപ്പം നിങ്ങൾ ഇത് മാത്രം ബ്രോ ചെയ്താൽ മതി. ഓക്കെ, എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് ബ്രോ പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ട്, ഓക്കെ ഞാൻ ഫുൾ റെസ്പോൺസിബിലിറ്റി ടേക്ക് ചെയ്യും. ഇതുവരെ എൻ്റെ ലൈഫിൽ ഉണ്ടായ എല്ലാ കാര്യത്തിലും, എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലും, എന്നെ ആൾക്കാരെല്ലാം കളിയാക്കിയിട്ടുണ്ടെങ്കിലും, എനിക്ക് ആഗ്രഹമുള്ള ഒരു ഫുഡ് മേടിച്ച് കഴിക്കാൻ പോലും എൻ്റെ പൈസ ഇല്ലെങ്കിലും, എൻ്റെ വീട്ടുകാരെന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിലും, എൻ്റെ ടീച്ചർമാരെന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിലും, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, യു നീഡ് ടു ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി. നിങ്ങളാണ്, ഞാനാണ്, നമ്മളാണ് നമ്മുടെ ലൈഫിൽ എന്തു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിലും റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് 2 മിനിറ്റ് റൂൾ. എന്താണ് ബ്രോ 2 മിനിറ്റ് റൂൾ? ഓക്കെ, റെസ്പോൺസിബിലിറ്റി എടുത്തു, നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ട്, ഒരു കാര്യം ചെയ്യണമെന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒരു സോഷ്യൽ പേഴ്സൺ ആവണം, എല്ലാവരോടും സംസാരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം, എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം, എനിക്ക് ഹാർഡായിട്ടുള്ള വർക്ക് ചെയ്യണം, ഭയങ്കര സ്വെറ്റ് ചെയ്ത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണം. ഇതെല്ലാം നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. ആസ് എ മാൻ നമ്മൾ ഇതെല്ലാം റിയലി, നിങ്ങളോട് ഇനി എല്ലാവരും പറഞ്ഞല്ലോ മാസ്കുലിനിറ്റി ഫോളോ ചെയ്യേണ്ട, മാസ്കുലിനിറ്റി അപകടമാണ്, ടോക്സിക് ആണ്, അതാണ് ഇതാണ്, വീക്ക് ആവുക, നിങ്ങളുടെ ഇമോഷനെ എക്സ്പ്രസ് ചെയ്യുക, കരയ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പൊട്ടത്തരവും എല്ലാ പൊട്ടന്മാരും പൊട്ടികളും നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഗട്ട് ഉണ്ട്. ആ ഗട്ട് ഫീലിംഗ് ആണ് നിങ്ങൾ ഈ ഇസഡ് ഗ്രൂപ്പിന് വേണ്ടി കൊണ്ടുവരേണ്ടത്. നമ്മളൊരു ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് മെൻ ആണ്. നമ്മളിവിടെ വെച്ച് യൂട്യൂബ് ചാനൽ മാത്രമല്ല. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് നമുക്കൊരു ഗോളുണ്ട്. റിയലി നമ്മളൊന്ന് തിങ്ക് ചെയ്താൽ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുക? നിങ്ങളിപ്പോൾ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കി, എന്തുകൊണ്ടായിരിക്കും? എനിക്കൊരു ഗോളുണ്ട്, എനിക്ക് എൻ്റെ ബോഡി ബിൽഡ് ചെയ്യണമെന്ന് ഗോളുണ്ട്, പക്ഷെ എന്തുകൊണ്ടായിരിക്കും എനിക്കത് റിയലി ബിൽഡ് ചെയ്യാൻ പറ്റാത്തത്? ഞാനത് എല്ലാ ദിവസവും ചെയ്യാത്തത് കൊണ്ടാണ്. ദാറ്റ് ഇസ് എ കോർ തിങ്. അതാണ് നമ്പർ 1 തിങ്. വേറെ ഒന്നുമല്ല. നിങ്ങളുടെ വീട്ടിൽ മഴയുണ്ടോ, നിങ്ങളുടെ വീട്ടിൽ പെയിന്റ് അടിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് കുളിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് കുളിക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ വീട്ടിൽ ഫുഡുണ്ടോ, ഇതൊന്നും അല്ല. പക്ഷെ നമ്മുടെ ബ്രെയിൻ നമ്മളെ അങ്ങനെ പറയും, ഓ അതാണ് ഇതാണ് ഇതുകൊണ്ടാണ് നീ കൊള്ളത്തിലിടാത്തില്ല, നിനക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല, നിന്നെ കാണാൻ കൊള്ളത്തില്ല, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്രെയിൻ പറയും. പക്ഷെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീമിന് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നില്ല. അത് മാത്രമേ ഉള്ളൂ. നിങ്ങളിത് മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ഇതെന്നോട് അക്സെപ്റ്റ് ചെയ്യും അല്ലേ? അതല്ലേ ബ്രോ റിയാലിറ്റി? അതല്ലേ യഥാർത്ഥ കാരണം? നമ്മൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കാര്യവും എല്ലാ ദിവസവും ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെ നമ്മുടെ ഓൺ ബ്രെയിനെ നമ്മൾ ട്രിക്ക് ചെയ്തിട്ട് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ജിമ്മിൽ പോകുന്നതാണ് അല്ലെങ്കിൽ ഇപ്പൊ പഠിക്കുന്നതാണ് നിങ്ങളുടെ മെയിൻ ടാസ്ക് എന്ന് എടുക്കുക. 2 മിനിറ്റേ ഞാനത് ചെയ്യാൻ പോകുന്നുള്ളൂ. 2 മിനിറ്റേ ചെയ്യാൻ പോകുന്നുള്ളൂ. ബ്രോ ട്രൈ ഇറ്റ്. ദിസ് ഈസ് ബ്യൂട്ടിഫുൾ തിങ്. 2 മിനിറ്റേ ചെയ്യാൻ പോകുന്നുള്ളൂ. നിങ്ങളിപ്പോൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ തന്നെ 2 മിനിറ്റേ അത് ചെയ്യാൻ പോകുന്നുള്ളൂ എന്ന് ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങൾ 2 മിനിറ്റേ ജിമ്മിൽ പോയി സ്പെൻഡ് ചെയ്യാന്നുള്ളൂ എന്നൊരു ഗോൾ നിങ്ങൾ ഇലൂഷൻ സെറ്റ് ചെയ്യുക. ഓക്കെ, 2 മിനിറ്റേ നിങ്ങൾ പഠിക്കാൻ പോകുന്നുള്ളൂ എന്നൊരു ഗോൾ, എന്നൊരു ഇലൂഷൻ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ സെറ്റ് ചെയ്തു. ഓക്കെ ബ്രോ, ഞാൻ 2 മിനിറ്റേ പഠിക്കാൻ പോകുന്നുള്ളൂ. ഓക്കെ, എനിക്ക് ബ്രോ പറഞ്ഞ മനസ്സിലായി. നിങ്ങൾ അവിടെ ചെന്നിരിക്കുന്നു, നിങ്ങൾ ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിരിക്കുന്നു. ആ 2 മിനിറ്റ് കഴിഞ്ഞാലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യും, നിങ്ങൾ പഠിക്കും, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഹാർഡായിട്ടുള്ള ടാസ്ക് അത് ചെയ്യും. ബ്രോ ഐ ചാലഞ്ച് യു നീഡ് ടു ട്രൈ ഇറ്റ്. ഇപ്പം നിങ്ങളുടെ ബ്രെയിൻ കുറേ കാര്യങ്ങൾ ബ്രോ ഇല്ല ഇതെന്ത് വർക്ക് ചെയ്യാൻ പോകുന്നു, ഇവനെന്ത് പൊട്ടനാണോ, ലോജിക്ക് ഇല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത്, ജിമ്മിൽ പോയിട്ട് അല്ലെങ്കിൽ 2 മിനിറ്റ് അവിടെ ചെല്ലുമ്പോൾ തന്നെ 2 മിനിറ്റ്. ബ്രോ ലിസൺ ടു മീ. നിങ്ങൾ എത്രമാത്രം ഡാർക്ക് ഏജിലാണെങ്കിലും
നിങ്ങൾക്ക് ഇതുവരെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും, നിങ്ങൾക്ക് എത്രമാത്രം ഫോൺ അഡിക്ഷനോ സോഷ്യൽ മീഡിയ അഡിക്ഷൻ, നിങ്ങൾക്ക് ADHD ഉണ്ടെങ്കിലോ ആങ്സൈറ്റി ഉണ്ടെങ്കിലോ എന്ത് ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിലും ഡു ഇറ്റ്. ഈ 2-minute റൂൾ നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റൂ. ഇതിന് തന്നെ സബ് പാർട്ടായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ ലൈഫിനെ ഇവിടം വരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാനത് നിങ്ങൾക്ക് റിയലി കാണിച്ചു തരാം. ഈ ഡയറി ഇതെൻ്റെ ഹാബിറ്റ് ട്രാക്കറിൻ്റെ ഡയറിയാണ്. ഒരു ഫണ്ണി തിങ് കൂടെ കാണിച്ചു തരാം. ഇത് 2021 ഡയറിയാണ്. റൈറ്റ്, ഇതിനകത്ത് ഫുള്ളും, ഈ ഡയറിക്കകത്ത് ഫുള്ള് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹാബിറ്റ് ട്രാക്കറാണ്. ഹാബിറ്റ് ട്രാക്കർ, ഞാൻ ചെയ്യുന്ന ഹാബിറ്റ് ട്രാക്കർ. ഇത് പുതിയ ഡയറിയാണ്, നേരത്തെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഹാബിറ്റ് ട്രാക്കർ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ ഡിസിപ്ലിൻ വേണമെങ്കിൽ ഇതൊരിക്കലും നിങ്ങൾക്ക് വയലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂളേ അല്ല. നിങ്ങളുടെ ബുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ടായിരിക്കണം. ആ ഹാബിറ്റ് ട്രാക്കറിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ഗോൾ അത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം. അതിനകത്ത് നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ടിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്ങനെ ഒരു ഹാബിറ്റ് ട്രാക്കർ ക്രിയേറ്റ് ചെയ്യാം ഞാൻ ക്വിക്കായിട്ട് പറയാം. ജസ്റ്റ് നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതാണെങ്കിൽ അത്, നിങ്ങൾ പഠിക്കുന്നതാണെങ്കിൽ അത്, മണി മേക്ക് ചെയ്യുന്നതാണെങ്കിൽ അത്, നിങ്ങളുടെ സോഷ്യൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത്, ജസ്റ്റ് 1 2 3 4 5 6 7 എഴുതുക, കോളം വരയ്ക്കുക. നിങ്ങൾ ഒരു ഡേ എടുക്കുക, അതിനകത്ത് ടിക്ക് ചെയ്യുക. നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഒരു കുഴപ്പമില്ല, ഒരിക്കലും നിങ്ങൾ ഇതിനകത്ത് കള്ളത്തരം ചെയ്തത് നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഹാബിറ്റ് ട്രാക്കറിനോട് ഒരിക്കലും നിങ്ങൾ കള്ളത്തരം, ഞാൻ ചെയ്യാത്തൊരു കാര്യം ചെയ്തെന്ന് പറഞ്ഞ് ടിക്ക് ചെയ്യരുത് ബ്രോ, ഒരിക്കലും ചെയ്യരുത്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക. 21 days നിങ്ങൾ ഫോളോ ചെയ്യുക. 2-minute റൂൾ ആൻഡ് ക്രിയേറ്റ് എ ഹാബിറ്റ് ട്രാക്കർ ആൻഡ് വർക്ക് ഓൺ ഇറ്റ്. ഞാനിത് ചുമ്മാ പറഞ്ഞല്ല. നാളെ രാവിലെ വൈകുന്നേരം ആകുന്നതിന് മുമ്പ് നിങ്ങളൊരു ഹാബിറ്റ് ട്രാക്കർ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു റാറ്റ് ബ്രെയിൻ ആണുള്ളത്. ഒരു ലോ ക്ലാസ്, ആരും ഇഷ്ടപ്പെടാത്ത, ആരും റെസ്പെക്ട് ചെയ്യാത്ത ആ ഒരു ബ്രെയിൻ ആണ് നിങ്ങൾക്കുള്ളതെന്ന് മനസ്സിലാക്കുക. ബ്രോ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമുക്ക് റിയലി ആ ലൈഫാണോ വേണ്ടത്? ആ പെയിൻ ആയിട്ടുള്ള, ആ ഡാർക്ക് ആയിട്ടുള്ള, ആ ഡീപ്പായിട്ടുള്ള, ആ വൃത്തികെട്ട ആ ലൈഫാണോ ബ്രോ നമുക്ക് വേണ്ടത്? ഒരിക്കലും അല്ല. വി നീഡ് ടു ടേക്ക് ആക്ഷൻ. അത് നമുക്ക് റിയലി അറിയാം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് റിയലി അറിയാം. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത്, ഓ മതി ബ്രോ മതി, ഇത് തന്നെ ഒരുപാടായി. നോ, മോർ ഇൻഫോർമേഷൻ ഈസ് കമ്മിങ് ബ്രോ. നിങ്ങൾ ഇതിന് തന്നെ സബ് പാർട്ടായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എന്താണ് കംഫോർട്ടും ഡിസ്കംഫോർട്ടും തമ്മിലുള്ള വ്യത്യാസം. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്നത് കംഫോർട്ടാണോ അതോ ഡിസ്കംഫോർട്ടാണോ? എന്തുകൊണ്ടാണ് ഞാൻ ഡിസ്കംഫോർട്ട് ചെയ്യാൻ പേടിക്കുന്നത്? എന്തുകൊണ്ടാണ് എപ്പോഴും എൻ്റെ ലൈഫിൽ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മാത്രം നടക്കുന്നത്? എൻ്റെ ലൈഫിൽ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മാത്രം ഉണ്ടായോണ്ടല്ലേ എനിക്ക് എൻ്റെ ഡ്രീം ആയിട്ടുള്ള ഒരു ബോഡി അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്, എനിക്കൊരു ഡ്രീം ആയിട്ടുള്ള സോഷ്യൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാത്തത്, എനിക്ക് ഡ്രീം ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റാത്തത്? അതെൻ്റെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കൊണ്ടല്ലേ? ആണ് ബ്രോ, അത് തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിന്യൂസ്ലി ചോദിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുമ്മാ നമുക്കങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് പൊട്ടത്തരം നിങ്ങളോട് പറഞ്ഞു തരത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമ്മൾ കംഫോർട്ടിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ ഓറയിൽ നിന്ന്, നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ടിൽ നിന്ന്, ആ ബബിളിൽ നിന്ന് നമ്മൾ വെളിയിൽ വരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വെളിയിൽ വരുമ്പോൾ എന്ത് പറ്റും? പുതിയ ആൾക്കാരോട് സംസാരിക്കേണ്ടി വരും, സ്ട്രേഞ്ചർ ആയിട്ടുള്ളവരെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കേണ്ടി വരും. നിങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ ഹാർഡായിട്ടുള്ള ഡീപ്പായിട്ടുള്ള വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ കോളേജിലോ ക്ലാസ്സിലോ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് വരുമ്പോൾ 4 ആൾക്കാരുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയോട് നിങ്ങളെ പുഷ് ചെയ്തിട്ടെങ്കിലും അവളോട് പോയി മുഖത്ത് നോക്കി സംസാരിക്കേണ്ടി വരും. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഡിസ്കംഫോർട്ടാണ്. അപ്പോൾ മനസ്സിലാക്കുക, റിയലി നമ്മുടെ ബ്രെയിൻ നമ്മളെ എങ്ങനെയാണ് ട്രിക്ക് ചെയ്യുന്നതെന്നറിയോ? നമ്മൾ ഈ ഡിസ്കംഫോർട്ടിലോട്ട് ഒന്നും വിടത്തില്ല. ഓ അവിടെങ്ങും പോകണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിനക്ക് പിന്നെ കിട്ടൂടാ, നിനക്കെല്ലാം ഇങ്ങോട്ട് വരും. അതൊന്നും വേണ്ട, നീ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കയറ്, വല്ലവരും ലൈവ് കാണുക, ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ബ്രോ റിയലി നടക്കുന്നത്. ഇത് എൻ്റെ മൈൻഡ് സത്യത്തിൽ ബ്ലോ ചെയ്ത് കളയും ചില സമയത്ത് ഞാൻ ഇത് തിങ്ക് ചെയ്യുമ്പോൾ. ഇതാണ് റിയലി നടക്കുന്നത്. നമ്മുടെ ഓൺ ബ്രെയിൻ നമ്മളെ ട്രിക്ക് ചെയ്യുകയാണ്. 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, എനിക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഡിസ്കംഫോർട്ട് ആണ് നമ്മുടെ ലൈഫിൽ വേണ്ടത് ബ്രോ. നിങ്ങൾക്കൊരു ഡ്രീം ആയിട്ടുള്ള ലൈഫ് ഇരിപ്പുണ്ട് ഇവിടെ, ഈ ഈഗിൾ മൈൻഡ് സെറ്റിൽ. എനിക്കറിയാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എല്ലാവരും ഇവിടാണ്, ഈ റാറ്റ് മൈൻഡ് സെറ്റിലാണ്. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട്, ഇതാണ് നമ്മുടെ ഡ്രീം ലൈഫ്, നമ്മുടെ ഡ്രീം ഗോൾ, നമ്മുടെ മോട്ടോ എന്ന് പറഞ്ഞാൽ ഇവിടാണ്, ഇവിടെ എത്തുക എന്നതാണ്. ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് ഫുള്ളും ഡിസ്കംഫോർട്ട് ആയിരിക്കും, പെയിൻ ആയിരിക്കും, പ്രോബ്ലങ്ങൾ ഉണ്ടാവും. ഞാൻ അതിനകത്തോട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. അതാണ് ബ്രോ റിയാലിറ്റി. ഇവിടുന്ന് ജസ്റ്റ് നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്താൽ മതി എന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ബ്രോ.
ഒരു കാര്യവുമില്ല. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു വിക്ടിം മൈൻഡ് സെറ്റ്. ഓ ബ്രോ എനിക്ക് വയ്യ ബ്രോ, അതെങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല ബ്രോ, എനിക്ക് ഭയങ്കര പ്രോബ്ലങ്ങളുണ്ട് ബ്രോ, എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി, അത് ഓക്കെ എല്ലാം ഉണ്ട്, എനിക്ക് മനസ്സിലായി, ആ പെയിൻ എനിക്കറിയാം. പക്ഷേ നമ്മുടെ ഗോൾ എന്താണ്, നമ്മൾ എന്താണ് എയിം ചെയ്യുന്നത്, അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. യു നീഡ് ടു ബി എ സോൾജിയർ. നിങ്ങൾക്ക് സോൾജിയർ പോലൊരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡിസ്കംഫോർട്ടും അതുപോലെ തന്നെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, ഈ 2 കാര്യങ്ങൾ മാത്രം ബ്രോ. ഈ 2 ജസ്റ്റ് ഗിവ് മീ 21 ഡേയ്സ്. 21 ഡേയ്സ് കൊടുക്കൂ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി. 21 ഡേയ്സ് ആൻഡ് സീ വാട്ട് ഹാപ്പൻ. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിങ്, മാനിപ്പുലേറ്റ് യുവർ ഓൺ ബ്രെയിൻ ടു ബിക്കം ദ ഗായ് യു വാണ്ട്. നിങ്ങൾക്കിപ്പോൾ ആരാണോ ആവേണ്ടത്, നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു റാറ്റ് ആയിട്ടുള്ള, ഒരു യങ്ങർ സെൽഫായിട്ടുള്ള, ആരും റെസ്പെക്റ്റ് ചെയ്യാത്ത, ആരും ഇഷ്ടപ്പെടാത്ത, ഞാനിപ്പോൾ ആലോചിച്ചൊരു കാര്യം എന്തായിരുന്നു, റിയലി ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം, എൻ്റെ യങ്ങർ സെൽഫ് സത്യത്തിൽ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോഡി ഉണ്ടായേനെ, ഇല്ലേ? സോ ആ സമയത്ത് ഉള്ള പൊറോട്ടയും എല്ലാ ഫുഡും ഉള്ള ഷവർമയും എല്ലാ ഷവായും എല്ലാ സാധനവും കഴിച്ച് അൺഹെൽത്തി ആയിട്ടുള്ള ഈ ഫുഡെല്ലാം ഒരു ഇതില്ലാതെ ഒരു വീക്കിൽ എന്ന് പറഞ്ഞാൽ ഫുള്ളും പോയി കഴിച്ച്, റൈറ്റ്? ഇത്രമാത്രം ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനെ അവോയ്ഡ് ചെയ്ത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മാത്രം ഫോളോ ചെയ്തുകൊണ്ടല്ലേ നമുക്കൊരു സാഡ് ലൈഫ് ഇപ്പോൾ ഉള്ളത്? അതല്ലേ ബ്രോ റിയാലിറ്റി? സോ ആ റിയാലിറ്റി നമുക്ക് മാറണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു 6 മാസം 10 മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന ആ സെൽഫ് നമ്മളെ നോക്കിട്ടോ ഗ്രേറ്റ്ഫുൾ ആണ്, നീ ചെയ്ത കാര്യങ്ങളിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ഡീപ്പായിട്ടുള്ള റിയൽ ആയിട്ടുള്ള വർക്ക് ചെയ്യണം. സോ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ മൈൻഡിനെ എങ്ങനെ നമുക്ക് ഡിസിപ്ലിൻഡ് ആക്കാൻ പറ്റും? അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരു വേർഡ് മാത്രമേ ഉള്ളൂ, സിംപ്ലി മിലിറ്ററി ബേസ് റുട്ടീൻ എടുക്കുക. എന്തുകൊണ്ടാണ് മിലിറ്ററിയിൽ ഒരു ടൈം ടേബിൾ ഉള്ളത്? എന്തുകൊണ്ടാണ്? നിങ്ങൾ എപ്പോഴും തിങ്ക് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും മിലിറ്ററിയിൽ ടൈം ടേബിൾ ഉള്ളത്? വേൾഡിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഡിസിപ്ലിൻ ആയിട്ടുള്ള ആൾക്കാർ അവർ ആ ഡ്യൂട്ടിയിൽ മിലിറ്ററിയിലുള്ളവരാണ്, റൈറ്റ്? സോ എന്തുകൊണ്ടാണ് അവർക്ക് ഒരു ടൈം ഷെഡ്യൂൾ ഉള്ളത്? അവർ എണ്ണിക്കുന്നതിന് ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ട്, അവർ പല്ല് കേൾക്കുന്ന ഒരു ടൈം ഷെഡ്യൂൾ, കുളിക്കുന്ന ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ട്, ഫുഡ് കഴിക്കുന്ന ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ട്, ജോലി ചെയ്യുന്നതിന് ഒരു ടൈം ഷെഡ്യൂൾ. എന്തുകൊണ്ടാണ് അവർക്ക് ഒരു ടൈം ഷെഡ്യൂൾ ഉള്ളത്? ബ്രോ, ദാറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ദേ ആർ ബിൽഡ് ഡിഫറെന്റ്. നമുക്കും അതുപോലെ തന്നെയാണ് ആവേണ്ടത്. നമ്മൾ റുട്ടീൻ ഫോളോ ചെയ്യണം. എങ്ങനെ റുട്ടീൻ ഫോളോ ചെയ്യണം ബ്രോ? പറഞ്ഞു എനിക്ക് മനസ്സിലായി, പക്ഷെ എങ്ങനെ ഞാൻ ബ്രോ റുട്ടീൻ ഫോളോ ചെയ്യാം? ബ്രോ ഇതുവരെ ഞാൻ റുട്ടീൻ ഒന്നും ഫോളോ ചെയ്തില്ല. ബ്രോ പറയുന്നേക്കും മനസ്സിലാവുന്നുണ്ട്, എനിക്കും ഇതുപോലുള്ള ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഗുഡ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ രാവിലെ എണീക്കുക, പല്ല് തേക്കുക, ഫ്ലഷ് അടിക്കുക, കുളിക്കുന്നവരാണെങ്കിൽ കുളിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, നമ്മുടെ ഡീപ്പ് വർക്ക്, നമ്മുടെ ഹാർഡ് ആയിട്ടുള്ള, നമ്മൾ ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യേണ്ട ആ വർക്ക് രാവിലെ തന്നെ ചെയ്യുക. പിറ്റേ ദിവസം അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ എണീക്കുന്നു, നിങ്ങൾ പല്ല് തേക്കുന്നു, നിങ്ങൾ ഫ്രഷ് അടിക്കുന്നു, നിങ്ങൾ കുളിക്കുന്നു, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നു, നിങ്ങൾ ഡീപ്പ് സെക്ഷൻ ചെയ്യുന്നു. അടുത്ത ദിവസം അത് തന്നെ. ബ്രോ എന്താണ് ഇവിടെ റിയലി സംഭവിക്കുന്നത്? ഇതൊന്ന് കണ്ടിന്യൂസ്ലി നിങ്ങളൊന്ന് 21 ഡേയ്സ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ബ്രോ റിയലി സംഭവിക്കുന്നത്? നമ്മൾ അറിയാതെ തന്നെ ഒരു ഹാബിറ്റ് നമ്മുടെ ബ്രെയിനിൽ ബിൽഡ് ചെയ്യും. നമ്മൾ അറിയാതെ തന്നെ നമുക്കൊരു റുട്ടീൻ ഉണ്ടാവും. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ലൈഫ് ഹാപ്പിനെസ് കിട്ടും. നിങ്ങൾ അറിയാതെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ ചാടിപ്പിടിച്ച് കയറാതെ, ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കാതെ, ഈ ഡോപ്പമിനായിട്ടുള്ള സംഭവം ഇങ്ങനെ അടിച്ചടിച്ചിരിക്കാതെ, ഈ ഗെയിം ഇങ്ങനെ കളിക്കാതെ, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഒന്നും ചെയ്യാതെ സമാധാനമായിട്ട്, ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞതിൻ്റെ കൂടെ ആ ഡീപ്പ് ബ്രീത്ത് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ തന്നെത്താനെ സ്മൈൽ ചെയ്യും. ആ ഹാപ്പിനെസ്, സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ഹാപ്പിനെസ് നിങ്ങൾ മനസ്സിലാക്കും. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ട്രൈ ഇറ്റ് ബ്രോ, യു വിൽ ഫീൽ ദ ഡിഫറൻസ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ആവും. എന്ത് എനർജി, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണെന്ന് അറിയാം ബ്രോ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ എല്ലാവരും കുറ്റപ്പെടുത്തും, നമ്മളെ എല്ലാവരും കളിയാക്കും. നിങ്ങൾക്ക് കുറെ റാറ്റ് ആയിട്ടുള്ള, ആർക്കും വേണ്ടാത്ത കുറെ റാറ്റ് മൈൻഡഡ് ഫ്രണ്ട്സ്, അവന്മാരെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഫക്ക് ദം. നമുക്ക് അവന്മാരുടെ കൂട്ടല്ല ആവേണ്ടത്. ഒരിക്കലും നമ്മുടെ അവന്മാരുടെ കൂട്ടം ഒരു കോളേജ് ജോബ് മേടിച്ച് ഒരു പ്ലാനും ഇല്ലാതെ, ഒരു എനർജി ഇല്ലാതെ, എപ്പോഴും ഇങ്ങനെ ലോണും എടുത്ത്, നിങ്ങളുടെ വീട്ടുകാരെങ്കിലും ലോൺ എടുത്ത് ഇങ്ങനെ
ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു റാറ്റായിട്ടല്ല നമുക്ക് മാറേണ്ടത്. അത് അങ്ങനെ ആയിട്ടാണോ നിങ്ങൾക്ക് മാറേണ്ടത്? ഒരിക്കലും അല്ല. എനിക്കറിയാം അങ്ങനല്ല. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനല്ല നിങ്ങൾക്ക് ആവേണ്ടതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദിസ് ഈസ് ദ ന്യൂ ഓപ്പർച്യൂണിറ്റി, ദിസ് ഈസ് ദ ന്യൂ മെറ്റ, ദിസ് ഈസ് ദ ന്യൂ വേൾഡ്. Come with me. You will never walk alone because we are the said group. This is not the end. This is the beginning. Love you, brother. Come here. Ma.